മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ അടിയന്തരമായി നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് NDSAയുടെ ചെയർമാൻ ശ്രീ അനിൽ ജെയിൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇന്ന് കത്ത് നൽകുകയുണ്ടായി. നമുക്കറിയാം, മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ ഒരു വലിയ ആശങ്കയാണ്. ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിലുള്ള ഇടപെടലാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പാർലമെൻറ്റ് സെഷൻ്റെ സമയത്ത് അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം പാർലമെൻറ്റിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് MP എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള മറ്റാളുകളും ഒക്കെ ശ്രമിച്ചത്. സർക്കാരിന് മുന്നാകെ ഈ വിഷയം MP എന്നുള്ള നിലയിൽ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ വളരെ കൃത്യമായ ഇടപെടലിൻ്റെ സ്പേസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2021 നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് പാസ്സായതിനു ശേഷം ഏത് തരത്തിലുള്ള ആശങ്കകളുള്ള ഡാമാണെങ്കിലും ആ ഡാമിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് അതിൻ്റെ ഓപ്പറേഷൻസും മെയിൻ്റനൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഇവാലുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് നേരിട്ട് ഇടപെടാവുന്ന വിഷയമാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഡോക്ടർ ജോ ജോസഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ 2022 ഏപ്രിൽ മാസം 8-ാം തീയതി പുറത്തു വന്ന കോടതി ഡയറക്ഷൻ അനുസരിച്ച് തന്നെ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും മെയിൻ്റനൻസും അതോടൊപ്പം തന്നെ സർവൈലൻസും അതോടൊപ്പം തന്നെ സേഫ്റ്റി ഇവാലുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഭാവിയിൽ NDSAയിൽ ലയിപ്പിക്കണം. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ 2 വർഷക്കാലമായിട്ടും NDSAയുടെ പ്രവർത്തനങ്ങൾ ഫുൾ ഫ്ലെഡ്ജഡായി ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ സാഹചര്യം. പാർലമെൻറ്റിൽ ഞാൻ ഉൾപ്പെടെ ഉന്നയിച്ചതായ വിഷയം അതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ NDSAയുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. NDSAയുടെ ചെയർമാൻ ശ്രീ അനിൽ ജെയിൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ NDSAയ്ക്ക് നേരിട്ടുള്ള ഇടപെടൽ നിയമവശാൽ തന്നെ സാധ്യമാണ്. ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമെൻറ്റ് 2014 എന്തു തന്നെ വന്നാലും നിലനിൽക്കുന്ന സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏത് ഡാമിൻ്റെ സേഫ്റ്റി ഇവാലുവേഷൻ NDSAയ്ക്ക് നടത്താൻ പറ്റുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. മാത്രവുമല്ല, 2022 സുപ്രീം കോടതി തന്നെ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും NDSAയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ അനുകൂലമായ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട NDSAയുടെ ചെയർമാനോട് ഞാൻ ആവശ്യപ്പെട്ടു, ഈ കാര്യത്തിൽ അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടാവണം. അപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് ഒക്ടോബർ മാസത്തോടു കൂടി തന്നെ NDSAയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും എന്നാണ്. അത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഈ വരുന്ന ഒക്ടോബർ മാസത്തോടുകൂടെ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള, ഇപ്പോൾ അതിൻ്റെ അംഗങ്ങളെല്ലാം നിയമിതരായിട്ടുണ്ട്, അതിൻ്റെ പോസ്റ്റ് ക്രിയേഷൻസ് എല്ലാം ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം വൈകാതെ തന്നെ നമ്മുടെ ഈ പ്രധാനപ്പെട്ട പ്രശ്നം ഉൾപ്പെടെ NDSAയുടെ പരിധിയിലേക്ക് വരും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് അദ്ദേഹവുമായിട്ടുണ്ടായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ 2 സംസ്ഥാന ഗവൺമെൻറ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അമിക്കബിളായി ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ല, അതൊക്കെ അവർ തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ കേരളത്തിൻ്റെ സ്റ്റാൻഡ് നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ്. പുതിയ ഡാമാണ് ആവശ്യം. കാരണം നമുക്ക് പല റിപ്പോർട്ടുകളും ലഭ്യമാണ്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ സ്റ്റാൻഡ്. തീരുമാനം അത് നേരത്തെ തന്നെ കൈക്കൊണ്ടിട്ടുള്ളതാണ്. നമ്മൾ അതുമായി മുന്നോട്ട് പോകുന്നു. നമ്മൾ സുപ്രീം കോടതിയിലും കേസിന് പോയത് ആ ഒരു വാദഗതിയുമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും സുരക്ഷാ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഏറ്റവും അനിവാര്യമായതും ഏറ്റവും നമുക്ക് ഫലവത്താക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റേതാണ്. അത് NDSAയുടെ ഭാഗത്തു നിന്നുമാണ്. അപ്പോൾ അതിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധ ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആ ഒരു തരത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ MP എന്നുള്ള നിലയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂട്ടായിട്ടാണ് MPമാരെല്ലാവരും ജലശക്തി മന്ത്രി ശ്രീ CR പാട്ടീലിനെ കണ്ടത്. ഇന്ന് NDSAയുടെ ചെയർമാനെയും നേരിട്ട് കണ്ട് ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒക്ടോബർ മാസം മുതൽ NDSAയുടെ പ്രവർത്തനങ്ങളിലേക്ക് ഈ വിഷയം വരുമെന്ന് അദ്ദേഹം മറുപടി നൽകിയത് ഏറെ ശുഭോദർക്കമാണ്. ഈ ഒക്ടോബർ മുതലെന്ന് പറയുമ്പോൾ അതിലൊരു പഠനത്തിലേക്ക് പോവുകയായിരിക്കുമോ, അതോ
അല്ല, എന്തൊക്കെയാണോ നാഷണൽ ഡാം സേഫ്റ്റി ആക്ടിനാൽ NDSAക്ക് വന്നിട്ടുള്ള അധികാരങ്ങൾ, അതോടൊപ്പം പരമോന്നത സുപ്രീം കോടതി നൽകിയിട്ടുള്ള ഡയറക്ഷൻസ് അനുസരിച്ച് NDSA ചെയ്യേണ്ടതായിട്ടുള്ള സൂപ്പർവൈസറി കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ, അത് പൂർണ്ണമായി ഒക്ടോബർ മുതൽ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം എനിക്ക് മറുപടി നൽകിയത്.